ഭയം ഇന്ന് മാനവജാതിയെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ, ജോലി സംബന്ധമായ വിഷയങ്ങൾ, ഇവയെല്ലാം മനസ്സിൽ വിവിധ ചോദ്യങ്ങൾ കൊണ്ടിട്ട് ഭയത്തിന് അടിമകളാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത് ഭയപ്പെടേണ്ട എന്നാണ്. വിശുദ്ധ ബൈബിളിൽ ഭയപ്പെടേണ്ട എന്ന് 365 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. അതായത് വർഷത്തിലെ ഓരോ ദിനവും ദൈവം നമ്മോട് പറയുന്നു ഭയപ്പെടേണ്ട എന്ന്. താൻ സഞ്ചരിച്ച കപ്പൽ വലിയൊരു പ്രതിസന്ധിയിലായ സംഭവം പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. വലിയ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുന്ന വേളയിൽ കപ്പലിലുള്ള എല്ലാവരും ഭയപ്പെട്ട് കപ്പലിലുള്ള ചരക്കുകളെല്ലാം പുറത്ത് കളഞ്ഞു. 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിലിട്ട് കളഞ്ഞു. രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. എല്ലാവരും ഭയചകിതരായി ഇരിക്കുമ്പോൾ പൗലോസ് ഭയപ്പെട്ടില്ല. പൗലോസ് അവരോട് പറയുന്നു, നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കണം. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാവുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഭയരഹിതരായി ജീവിപ്പാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, സാഹചര്യങ്ങൾ പലതും ഞങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ ഭയപ്പെടേണ്ട എന്ന് ഞങ്ങളോട് ഓരോ ദിനവും അങ്ങ് അരുളി ചെയ്യുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയിൽ ശരണപ്പെട്ടുകൊണ്ട് ഭയരഹിതരായി ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.